ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം അനുയായികൾ കളിതമാശകൾ പറഞ്ഞ് ചിരിക്കുന്നതായിട്ട് കണ്ടു. പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രവാചകൻ പരലോകത്ത് വെച്ച് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ പ്രവാചകൻ അവിടുന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അനുയായികൾ ഇരുന്ന് കരയാൻ തുടങ്ങി. ചിലർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ കൈവിടുമാറ് കരയാൻ തുടങ്ങി. പ്രവാചകൻ നടന്നു പോകുന്ന സമയത്ത് നബിക്ക് ദിവ്യ സന്ദേശം ലഭിച്ചു. പടച്ചവൻ നബിയോട് ചോദിച്ചു, എന്തിനാണ് എന്റെ അടിമകളെ ഇങ്ങനെ നിരാശപ്പെടുത്തുന്നത്? അങ്ങനെ പ്രവാചകൻ അനുയായികളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എന്നിട്ട് അവരോട് പടച്ചവന്റെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പരലോകത്ത് വെച്ച് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നും അത് എത്ര ചെറിയ കർമ്മങ്ങളായാലും അതിന് പ്രതിഫലം ലഭിക്കുമെന്നും നിങ്ങൾക്ക് കഴിയുന്നത്ര വിധത്തിൽ ദൈവത്തെ സൂക്ഷിക്കണമെന്നും പടച്ചവൻ പറഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് പടച്ചവൻ നബിയെ കൂടി തിരുത്താണ്. നമ്മൾ പടച്ചവന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ ആളുകളോട് സംസാരിക്കേണ്ടത്. ദീന് എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്, സതുപദേശമാണ്, പ്രതീക്ഷ നൽകലാണ്, സമാധാനം നൽകലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആനിലെ ഏകദേശം 500 തവണ പടച്ചവന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഒരു 70 50 പ്രാവശ്യമാണ് പടച്ചവന്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. നമ്മൾക്ക് ആളുകൾക്ക് സമാധാനം കൊടുക്കുന്ന ആളുകളായിട്ട് മാറാം.